9ാം ക്ലാസ് പഠിക്കുന്ന ഓരോ കുട്ടിയുടെയും അവസ്ഥ ഓണപരീക്ഷ കഴിഞ്ഞപ്പോൾ ഇതാണ് എന്ന് എനിക്കറിയാം. കാരണം എന്താ, 8ാം ക്ലാസ്സിൽ നിന്ന് 9ാം ക്ലാസ്സിലേക്ക് വന്നപ്പോൾ ഭയങ്കര പ്രതീക്ഷയോടെയാണ് നമ്മൾ വന്നത്. പക്ഷേ ഓണപരീക്ഷ വന്നപ്പോൾ സാറേ പ്രതീക്ഷയെല്ലാം പോയി. ഞങ്ങൾ എന്താണ് ചെയ്യുക എന്നുള്ള ഒരു അവസ്ഥയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. മാത്സിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാനുള്ള മെയിൻ കാരണം എന്താണ്? 40 മാർക്കിന് ഇതുവരെ എഴുതിക്കൊണ്ടിരുന്ന നിങ്ങൾ 80 മാർക്കിന് എഴുതി അല്ലേ? അങ്ങനെ ചില സബ്ജക്റ്റുകളിൽ നിങ്ങൾക്ക് മാറ്റമുണ്ട്. ആൻഡ് മൊത്തത്തിൽ നോക്കുകയാണെങ്കിലും 9ാം ക്ലാസ്സിൽ കഴിഞ്ഞ തവണയാണ് സിലബസ് മാറിയതെങ്കിലും ഇത്തവണ എത്തിയപ്പോഴാണ് ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി ടഫായിട്ട് വരാൻ തുടങ്ങിയത്. ഇപ്പോഴാണ് വെറുതെ ഒരു കുട്ടിക്ക് ഒരു മാർക്ക് പോലും കൊടുക്കുന്നില്ല എന്നുള്ള സർക്കാർ മുന്നേ പറഞ്ഞിരുന്ന കാര്യം ഒന്നുകൂടി ഊട്ടി ഉറപ്പിച്ചത് ഈ ഓണപരീക്ഷ കഴിഞ്ഞപ്പോഴാണ്. അത് നമ്മളൊക്കെ കണ്ടതാണ്. ഓണപരീക്ഷ കഴിഞ്ഞപ്പോൾ എന്താണ് അവസ്ഥ എന്നുള്ളത്. ഈ ഒരു അവസ്ഥയ്ക്ക് മുന്നിൽ നിസ്സഹായരായിരിക്കുന്ന 9ാം ക്ലാസ്സിലെ കുട്ടികളോടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതിനനുസരിച്ച് നമുക്ക് വീഡിയോസും കാര്യങ്ങളും ഒക്കെ ചെയ്യാവുന്നതാണ്, സൊല്യൂഷൻസും ചെയ്യാം. സോ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ ഫിയർ ഓഫ് ദ അൺനോൺ ആണ്. അതായത് എവിടെ നിന്നാണ് ചോദ്യം വരുന്നത് എന്ന് നമുക്കൊന്നും ഊഹിക്കാനേ പറ്റുന്നില്ല. സാറേ ടെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ടെക്സ്റ്റിൽ നിറച്ച് വാരിക്കോരി എഴുതി വെച്ചേക്ക്. ഞാൻ ഉള്ളൊരു കാര്യം പറയാം, ടെക്സ്റ്റ് എഴുതുന്നത് ആരാണെങ്കിലും വേണ്ടതും വേണ്ടാത്തതും ഒക്കെ ആയിട്ടുള്ള ഇഷ്ടംപോലെ സാധനങ്ങൾ അതിൻ്റെ അകത്ത്. ഇതിൻ്റെ ഇടയിൽ ഈ കുട്ടികൾ ഇതിൽ എന്ത് നോക്കിയിട്ടാണ് പഠിക്കുക എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒന്നാമത്തെ കാര്യം, ഒരു കുട്ടിക്ക് പോലും സ്വന്തമായിട്ട് ടെക്സ്റ്റ് വായിച്ചാൽ ഒന്നും മനസ്സിലാവാൻ പോകുന്നില്ല. ആ ഒരു രീതിയിലാണ് ഈ സാധനം എഴുതി വെച്ചത്. അപ്പോൾ ഇതിൽ എവിടെ എങ്ങനെ പഠിക്കണം എന്നുള്ളത് ഒന്നും അറിയില്ല. എവിടുന്നാ എന്താ ചോദിക്കാന്ന് അറിയില്ല. നമുക്ക് നോ ഐഡിയ ആണ്. ആൻഡ് ഏതെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുണ്ടോ, ഏതെങ്കിലും സ്കിപ്പ് ചെയ്യാൻ പറ്റുമോ? ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒന്നും സ്കിപ്പ് ചെയ്യാൻ പറ്റൂല. എല്ലാം പഠിച്ചില്ലെങ്കിൽ പണി പാളും. സോ എവിടുന്ന് എന്ത് ചോദിക്കുമെന്ന് അറിയാത്ത അവസ്ഥ നിങ്ങളുടേത് വളരെ ദയനീയ അവസ്ഥയാണ്. രണ്ടാമത്തേത് എന്താണ്, സ്റ്റഡി മെറ്റീരിയൽസ് നമുക്ക് കുറവാണ്. ഓക്കെ, ഞാൻ എസ്പെഷ്യലി പറയുന്നത് PYQ, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് കുറവാണ്. നിങ്ങൾക്ക് ആകെ ഉള്ളത് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻസ് മാത്രമാണ്. അത് മാത്രം വെച്ച് പഠിച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്നുള്ള ഒരു പ്രശ്നം നമ്മളുടെ മുന്നിൽ നല്ല രീതിക്കുണ്ട്. മൂന്നാമത്തേതാണ് മൂന്നാമത്തേതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ആൻഡ് നാലാമത്തേതാണ് ആദ്യം ഞാൻ പറഞ്ഞു ഒന്നത്, രണ്ടത്. മൂന്നാമത്തേതാണ് ഡിഫിക്കൽറ്റി അഡ്ജസ്റ്റിംഗ് സ്റ്റഡി മെത്തേഡ്സ്. അതായത് ഇതുവരെ 8ാം ക്ലാസ് വരെ ഒരു സ്റ്റഡി മെത്തേഡൊക്കെ ഫോളോ ചെയ്തിട്ടായിരിക്കും നിങ്ങൾ വന്നിട്ടുണ്ടാകുക. ആൻഡ് അതിനനുസരിച്ച് കുഴപ്പമില്ലാത്ത മാർക്കും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ 9ലേക്ക് വന്നപ്പോൾ ഒരു കാര്യം ഉറപ്പായി, ഇതുവരെ പഠിച്ച മെത്തേഡിലൊന്നും പോയി കഴിഞ്ഞാൽ ഒരു മാർക്ക് കിട്ടാൻ പോകുന്നില്ല. A+ പോയിട്ട് A പോയിട്ട് B+ പോലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. മറിച്ച് പുതിയ സ്റ്റഡി മെത്തേഡുകൾ നമ്മൾ കൊണ്ടുവന്നേ പറ്റൂ. അതുമായിട്ട് നമ്മൾ അഡാപ്റ്റ് ആയേ പറ്റൂ. അതുകൊണ്ട് എന്താണ്, പഴയ മെത്തേഡുമായി മുന്നോട്ട് പോയാൽ ഇനി നടക്കില്ല. പുതിയ മെത്തേഡുകൾ നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. ആൻഡ് അതുമായിട്ട് നിങ്ങൾക്കൊന്ന് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല എന്നുള്ളത് വലിയ ഒരു പ്രശ്നം തന്നെയാണ്. ഡിഫിക്കൽറ്റി അഡ്ജസ്റ്റിംഗ് സ്റ്റഡി മെത്തേഡ്സ്. ഇതുവരെ പഠിച്ച സാധനങ്ങളൊക്കെ എന്താണ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് മറ്റൊരു രീതിയിൽ പഠിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. അതും കൂടി നിങ്ങൾ മാർക്ക് കുറയാനുള്ള കാരണമാകുന്നുണ്ട്. നിങ്ങളുടെ മാർക്ക് കുറയാൻ ഉറപ്പായിട്ടും എന്താണ്, നിങ്ങൾ എഫേർട്ട് ഇട്ടിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളൊരു പോയിന്റ് അവിടെ എന്തായാലും ഉണ്ട്. അതിൽ പുറമെ എന്താണ്, നിങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് വിഷമങ്ങളുണ്ട് ഇതിൻ്റെ ഒക്കെ ഇടയിൽ. ഈ സിലബസുമായി ബന്ധപ്പെട്ടും ക്വസ്റ്റ്യൻ്റെ പാറ്റേണുമായിട്ട് ബന്ധപ്പെട്ടൊന്നും അതൊന്നും ആർക്കും കേൾക്കാൻ അറിയൊന്നും വേണ്ടല്ലോ. അതൊക്കെ നിങ്ങളാണ് അനുഭവിക്കുന്നത്. പക്ഷേ നിങ്ങൾ എന്താണ്, ഒരു വാരിയറിനെ പോലെ അല്ലെങ്കിൽ ഒരു യുദ്ധത്തിന് ഇറങ്ങുന്ന ആളെ പോലെ ഇതൊക്കെ ഫേസ് ചെയ്തേ പറ്റൂടാ. കേരളത്തിലെ എല്ലാ 9ാം ക്ലാസ് കുട്ടികൾക്കും ഇപ്പോൾ ഇത്രയും പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഒരു ടീം ആ പ്രശ്നങ്ങളിൽ അങ്ങ് പഴി ചാരി നിൽക്കും. ഈ പ്രശ്നങ്ങളാ. മറ്റൊരു ടീം എന്ത് ചെയ്യും, ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടിപ്പോവും. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരൊറ്റ രീതിയിലെ പരിഹാരം കാണാൻ സാധിക്കൂ. നിങ്ങളിപ്പോൾ പഠിക്കുന്ന രീതിയിൽ പഠിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് എന്താണ്, ഒരു ചാപ്റ്റർ പഠിക്കുകയാണെങ്കിൽ വ്യക്തമായിട്ട് അതിനെ ഡിവൈഡ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടണം. ആൻഡ് ഓരോ ടോപ്പിക്കായിട്ട് ആൻഡ് ഓരോ ടോപ്പിക്കിൻ്റെ ഉള്ളിലും ഒരുപാട് സബ് ടോപ്പിക്കുകൾ നിങ്ങൾക്ക് കിട്ടണം അല്ലേ? ഓരോ ടോപ്പിക്കിനുള്ളിലും ഒരുപാട് സബ് ടോപ്പിക്കുകൾ വേണം. ആൻഡ് ഈ ഒരു സബ് ടോപ്പിക്ക്
ഈ ഒരു സബ് ടോപ്പിക് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാറേ ഞങ്ങൾക്ക് ഇവിടെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വേണ്ടിയിരുന്നു. അതായത് സബ് ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഡ്യൂറേഷനിലൊന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റൂല. ഓക്കെ സാറേ, ഒരു 20-25 മിനിറ്റ് ഒക്കെ ഉള്ള വീഡിയോസ് ആയിരിക്കും നിങ്ങൾക്ക് എന്തുണ്ടാകുക, കാണേണ്ടി വരിക. സാറേ എനിക്ക് ഇങ്ങനെ വേണം, ചെറിയ ചെറിയ വീഡിയോസ് വേണം. എന്നിട്ട് ഓരോ വീഡിയോ കഴിയുമ്പോൾ എനിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ വേണം. ആ വീഡിയോയിൽ പറഞ്ഞതൊക്കെ എനിക്ക് ക്ലിയർ ആക്കിയെന്ന് അറിയാം. ആൻഡ് സാറേ ഈ മൊത്തത്തിൽ ടോപ്പിക് കഴിഞ്ഞാൽ എനിക്ക് ഈ ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ വേണം പഠിക്കാൻ. ആ ഒരു രീതിക്ക് പോകണം. ആൻഡ് അതുപോലെ തന്നെ എല്ലാം പാഠം കഴിയുന്ന വരെ അത് പോകണം. ആ ഒരു രീതിക്ക് ഞാൻ പഠിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു രീതിക്ക് ഞങ്ങൾക്ക് ക്ലാസ് തരികയാണെങ്കിൽ സാറേ അത് ഞങ്ങൾക്ക് ബെസ്റ്റ് ആയിരിക്കും. കാരണം ഇതുവരെ ഞങ്ങൾ കേട്ടും കണ്ടും വെറുതെ നോക്കിയിരുന്ന് പഠിച്ചതാണ്. ഇത്ര സിസ്റ്റമാറ്റിക് ആയിട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും സാറേ എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ യെസ്, ഇത്ര സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ് തരാം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എജുപോർട്ടിൻ്റെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് ജോയിൻ ചെയ്തത്. പ്രൈസൊക്കെ വളരെ കുറഞ്ഞ പ്രൈസ്. നിങ്ങളിപ്പോൾ ഒരു ഫുഡ് കഴിക്കുകയാണെങ്കിൽ, ഒരു ഡ്രസ്സ് വാങ്ങുകയാണെങ്കിൽ വരെ എത്ര പൈസ ആവും എന്ന് നിങ്ങൾക്കറിയാം. ആൻഡ് ഈ ഒരു പൈസ വലുതാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ പാരൻസിൻ്റെയും നിങ്ങളുടെയും ഡ്രീം നിങ്ങൾക്ക് എന്താണ് വലുതാണെങ്കിൽ ഈ പ്രൈസ് നിങ്ങൾക്ക് ഒരിക്കലും വലുതല്ല എന്ന് ഞാൻ പറയും. നിങ്ങളുടെ ഭാവിയും അതുപോലെ നിങ്ങളുടെ ഹാപ്പിനെസ്സും നിങ്ങളൊരു വലിയ കാര്യമായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് നിങ്ങൾക്ക് ഒരിക്കലും വലിയ കാര്യമല്ല എന്ന് ഞാൻ പറയും. ഇപ്പോൾ തന്നെ താഴെ കാണുന്ന ലിങ്ക് കയറിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്യുക. ജോയിൻ ചെയ്യണോ വേണ്ടെന്നുള്ളതൊക്കെ പിന്നീട് നിങ്ങൾക്ക് തീരുമാനിക്കാം. ആൻഡ് എന്തൊക്കെയാണ് ഇവിടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിലെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ്, ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഡിസംബർ ആകുമ്പോഴേക്ക് നമുക്ക് ഫുൾ പോർഷനും തീരും. അതായത് മറ്റാരും പഠിച്ചു തീരുന്നതിൻ്റെ മുന്നേ നമ്മൾ എന്ത് ചെയ്യും, എല്ലാം അങ്ങ് പഠിച്ചു തീർക്കും. ആൻഡ് മറ്റൊന്നാണ് നമുക്ക് എന്താണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ലഭിക്കും. അതായത് പുതിയ പാറ്റേൺ അനുസരിച്ചുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ലഭിക്കും. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഈ ബോർഡിൽ കാണിക്കുന്ന മുഴുവൻ പ്രത്യേകതകളും ഉണ്ട്. ആൻഡ് ഇതിൻ്റെ ഒക്കെ പുറത്ത് എന്തുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സബ്ജക്റ്റ് വൈസ് ക്ലബ്ബുകളുണ്ട്. അതായത് ഒരുപാട് ക്ലബ്ബുകൾ ഉണ്ടാവും. വാട്സപ്പിൽ നമുക്ക് ഒരുപാട് എന്താണ് ഗ്രൂപ്പുകൾ ഉള്ള പോലെ മെസ്സി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടാവും. അതുപോലെ എന്താണ് കോഹ്ലി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടാവും. മെസ്സിൻ്റെ ഗ്രൂപ്പിൽ മെസ്സിനെ കുറിച്ചും കോഹ്ലിൻ്റെ ഗ്രൂപ്പിൽ കോഹ്ലിനെ കുറിച്ചും വരുന്ന പോലെ നിങ്ങൾക്ക് ഇവിടെ ഒരു മാത്സ് ക്ലബ്ബ് ഉണ്ടാവും. ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ മാത്സ് ക്ലബ്ബ് ഉണ്ടാവും, ഹിന്ദി ക്ലബ്ബ് ഉണ്ടാവും. അങ്ങനെ എല്ലാ ക്ലബ്ബുകളും ഉണ്ടാവും. മാത്സ് ക്ലബ്ബിൽ നിങ്ങൾക്ക് കൂട്ടാനും കുറയ്ക്കാനും അറിയില്ല, അതിൻ്റെ സാധനങ്ങൾ. വേറെ ഓൾജിബ്ര അറിയില്ലെങ്കിൽ അതിൻ്റെ സാധനങ്ങൾ. ഇന്നൊരു ചാപ്റ്ററിൻ്റെ ഇന്ന ഏരിയയിലാണ് പ്രശ്നമെങ്കിൽ അതിനുള്ള സാധനങ്ങൾ. ഇങ്ങനെ എന്ത് വേണോ അത് മുഴുവൻ നിങ്ങൾക്ക് തരും. ആൻഡ് ഹിന്ദി അക്ഷരം പോലും അറിയാത്ത കുട്ടികൾക്ക് A+ലേക്കും ഫുൾ മാർക്കിലേക്കും എത്തിക്കാനുള്ള സാധനം ഹിന്ദി ക്ലബിലും വരും. ഇങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകതകളാണ് നമ്മളുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിലുള്ളതറ. ഇനിയെങ്കിലും നിങ്ങൾ സീരിയസ് ആയിട്ടില്ലെങ്കിൽ വരാൻ പോകുന്ന ക്രിസ്മസ് എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾ കരഞ്ഞിട്ട് എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ചിട്ട് ഒരു കാര്യമില്ല സാറേ, ഞങ്ങൾക്ക് ഇനി എന്താ ചെയ്യാൻ പറ്റുക, ഇതുവരെ ഇങ്ങനെ ഉഴപ്പിപ്പോയി സീരിയസ് ആക്കാണ്ട് ഇനി എന്താ ചെയ്യാൻ പറ്റുക നിങ്ങൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്കൊന്നും ചെയ്യാണ്ടാവില്ല. എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഇപ്പം നമ്മൾ ഇറങ്ങിയാൽ മാത്രമേ പറ്റൂ. ഇപ്പം ഇറങ്ങണടാ, ഇപ്പം ഇറങ്ങണം. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീം തമാശയല്ലെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ പാരൻറ്റിൻ്റെ ഡ്രീം തമാശയല്ലെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങൾ തമാശയല്ലെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ തമാശയല്ലെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ചെറിയ ചെറിയ ഇഷ്ടങ്ങളും ഹാപ്പിനെസ്സും തമാശയല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം ഇറങ്ങണം. ഇപ്പം നിങ്ങൾ ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ലൈഫിലും ഒക്കെ രക്ഷപ്പെടാൻ പറ്റൂ. സോ നമ്മൾ എന്താണ് ചെറിയ രീതിയിലൊന്നും പഠിച്ചാൽ പോരാ, വലിയ രീതിയിൽ വൃത്തിക്ക് പഠിച്ചു പോയാൽ മാത്രമേ വരാൻ പോകുന്ന എക്സാമും അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത കൊല്ലം പബ്ലിക് എക്സാമും നമുക്ക് നല്ല രീതിയിൽ അഭിമാനത്തോടെ ഫുൾ A+ഉം ഫുൾ മാർക്കും ഒക്കെ ആയിട്ട് ഇറങ്ങാൻ പറ്റൂ. അതിന് നിങ്ങൾ ഇപ്പം തുടങ്ങണം പണി. സോ നിങ്ങൾക്കിതൊന്നും തമാശയല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് താഴെ കാണുന്ന ഫോം ഒന്ന് ഫില്ല് ചെയ്തിടുക. നിങ്ങൾ 15-ാം തീയതി വരെ ഓഫർ കിട്ടുമെങ്കിലും എന്താണ് ജസ്റ്റ് നിങ്ങളിപ്പം ഫിൽ ചെയ്തിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണോ വേണ്ടെന്നുള്ളത് നിങ്ങൾ പിന്നെ തീരുമാനിച്ചോളി. പക്ഷേ ഈ ഒരു അവസരം നഷ്ടപ്പെടാതിരിക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങടാ, പണിയെടുക്കാൻ ഇറങ്ങ്. വെറുതെ നമുക്കിനി ആരും ഒന്നും കൊണ്ടുതരാൻ പോകുന്നില്ല. നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നീ അത് നേടിയെടുക്കണം. നീ ഒരു സാധനം നേടിയെടുക്കണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ പണിയെടുക്കാൻ തയ്യാറാവണം. നീ പണിയെടുക്കാൻ തയ്യാറാണെങ്കിൽ ഇപ്പം നീ ഇരുന്നെടുത്ത് നിന്ന് എഴുന്നേൽക്കാൻ തയ്യാറാവണം. ആൻഡ് നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. ഫോം ഫില്ല് ചെയ്തുകൊണ്ട് നമ്മൾ അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്യാൻ പോവുകയാണ്. സോ നിങ്ങൾക്ക് ഇപ്പം എന്താ ഫീൽ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. സി യു, ബൈ.